വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ഹിസ് കമ്മിങ്? എന്തിനു വേണ്ടിയാണ് യേശു വരുന്നത്? ഒന്ന്, തൻ്റെ സഭയെ ചേർക്കേണ്ടതിന്. ഇവിടെ ഞാൻ അല്പം കൂടെ ഗൗരവമായി പറയട്ടെ. യേശുവിൻ്റെ സ്വർഗത്തിൽ, അല്ലെങ്കിൽ നാം പോകുവാനുള്ള സ്വർഗത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. കൂടിയതും കുറഞ്ഞതുമായ, തീരത്താണതും വളരെ മഹത്വമേറിയതുമായ അനേക വാസസ്ഥലങ്ങളുണ്ട്. ബേഥേലിൽ പഠിപ്പിച്ചു വരുന്ന ഉപദേശങ്ങൾ, ബേഥേലിൽ പറഞ്ഞു വരുന്ന ഉപദേശങ്ങൾ, ഞാൻ ഒന്നാമത്തെ സ്ഥാനത്ത് ആളുകൾക്ക് കയറിപ്പോകേണ്ടതിന് വേണ്ടി, ഉന്നതമായ മാർക്കോടുകൂടെ ഇവിടെ നിന്ന് പോകേണ്ടതിന് വേണ്ടി എന്നെക്കൊണ്ട് കഴിയുന്നത്രയും ചെയ്യും. ഞാൻ ഇന്നും എൻ്റെ തൊണ്ടയുടെ പ്രയാസവും മറ്റും കൊണ്ട് ഇങ്ങനെ ഓർത്ത്, കർത്താവേ, അടുത്ത തലമുറയ്ക്ക് പൂർണ്ണമായി കൈമാറേണ്ട സമയമായെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, ഈ മുൻനിരയിലിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ എന്നേക്കാൾ ഒരു സ്റ്റെപ്പ് കൂടെ മുമ്പിൽ വരുന്നത് വരെ അവരെ വളർത്തി മുമ്പിലേക്ക് തള്ളുവാൻ കർത്താവ് എനിക്ക് കൃപ തരണം. സെക്കൻഡ് ലെവലിലിരിക്കുന്നവർ എൻ്റെ പരുവമാകുന്നത് വരെ എങ്ങനെയെങ്കിലും കൊണ്ടുവരിക. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ലെവലിലുള്ളവർ എനിക്ക് മുൻപിലേക്ക് കയറുക, സെക്കൻഡ് ലെവലിലുള്ളവർ എൻ്റെ ലെവലിൽ വരെ വരിക. അത് കഴിയുന്നത് വരെ കർത്താവ് ആരോഗ്യം തരുന്നതിനൊത്തവണ്ണം നിൽക്കണം എന്ന് താല്പര്യപ്പെടുന്നു. കാരണം പൊതു ഉദ്ദേശം സ്വർഗത്തിൽ ഒന്നാം സ്ഥാനങ്ങളിലേക്ക് കയറുവാൻ നമുക്ക് കഴിയണം. യോഹന്നാൻ്റെ സുവിശേഷം 12:26, യോഹന്നാൻ 14:3 അനേക വാസസ്ഥലങ്ങളെക്കുറിച്ച് യേശു പറയുന്നു. മത്തായി 18:28, വെളിപ്പാട് പുസ്തകം 3:21 അനേക സിംഹാസനങ്ങളെക്കുറിച്ച് പറയുന്നു. സ്വർഗത്തിൽ ചെല്ലുന്നതിൽ ഒരു വിഭാഗം ആളുകൾ, എല്ലാവരുമല്ല, സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവരുണ്ട്. അവിടെ ഭരണകർത്താക്കളായി വരും. ഞാൻ പറഞ്ഞല്ലോ, എവിടെയെങ്കിലും സ്വർഗത്തിൽ കയറ്റിയിട്ട് തനി മലയാളത്തിലെ തറ ഭാഷയിൽ തറ ടിക്കറ്റിന് ആരെങ്കിലും കയറ്റിവിട്ടേച്ച് രക്ഷിക്കപ്പെട്ടടാ, രോഗശാന്തി പ്രാപിച്ചടാ, പോയി തറ ടിക്കറ്റിന് ഇരിക്കെന്ന് പറയാനല്ല. പകരം സ്വർഗത്തിൽ എത്തുന്നവർ മറക്കരുത് ഒന്നാം സ്ഥാനങ്ങളിൽ ഇരിക്കുവാൻ. മാത്രവുമല്ല, അവർക്ക് നൽകുന്ന പ്രതിഫലങ്ങളിലെ കസേറകൾ, ഉന്നതമായ സിംഹാസനങ്ങൾ കരസ്ഥമാക്കുവാനും കർത്താവ് നമുക്കിടയാക്കട്ടെ. വരവിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം സഭയെ ചേർക്കുവാനാണ്. 1 തെസ്സലോനിക്കർ 4:16-17 കർത്താവൂതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ഇന്ന് വിശദീകരിക്കുന്നില്ല. 3 ശബ്ദങ്ങളുമായിട്ടായിരിക്കും യേശുവിൻ്റെ വരവ്. യേശുവിൻ്റെ വരവിൻ്റെ രണ്ടാമത്തെ ഉദ്ദേശം രക്ഷയുടെ പൂർത്തീകരണമാണ്. 1 പത്രോസ് 1:5 അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും താവോട്ട് കാണാം. രക്ഷയുടെ കംപ്ലീഷൻ നടക്കും. നാം ഇന്ന് രക്ഷിക്കപ്പെട്ടവരാണ്, നമ്മുടെ ആത്മാവിൽ രക്ഷിക്കപ്പെട്ടവരാ. പക്ഷെ നമ്മുടെ ശരീരത്തിൻ്റെ രക്ഷ ഇതുവരെയും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഇന്ന് നമ്മുടെ ശരീരം വിയർക്കും, പഴയ ശാപത്തിനടിമയാണ്, പഴയ ശിക്ഷയ്ക്ക് അധീനരാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി, രക്ഷയുടെ അന്ത്യത്തിന് വേണ്ടിയാണ് യേശു വെളിപ്പെടുന്നത്. ആ അന്തിമ രക്ഷയെ തരും. 3 സഭയെ അഭിനന്ദിക്കേണ്ടതിന്, ചെറിഷ് ചെയ്യേണ്ടതിന്, അതിനെ ബലപ്പെടുത്തേണ്ടതിന്. ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെയും തുടയ്ക്കും. ക്ഷീണം മാറിപ്പോകും, രോഗം മാറിപ്പോകും, ബുദ്ധിമുട്ടുകൾ മാറിപ്പോകും. ഇങ്ങനെ സകലതിനെയും ഒഴിവാക്കിക്കൊണ്ട് ദൈവസഭയെ ചെറിഷ് ചെയ്യുവാൻ, ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തുവാൻ യേശു വരുന്നു. മൂന്നാമത്തെ ലക്ഷ്യം അതാണ്. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചുകളയും. ഇനി മരണമുണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി, ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. ചെറിഷ് ദ ചർച്ച് എന്ന ആശയത്തിൽ, സഭയെ സന്തോഷിപ്പിക്കുക എന്ന ആശയത്തിൽ, 1 തൻ്റെ മണവാട്ടിയെ കാണുവാൻ യേശു മടങ്ങി വരുന്നുണ്ട്. 2 മണവാട്ടി സഭയ്ക്ക് അതിൻ്റെ റിവാർഡ് കൊടുക്കുവാൻ. ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ, രക്ഷ സൗജന്യമാണ്, അതിന് ഒരു പ്രവൃത്തിയുമില്ല. യാതൊരു പ്രവൃത്തി കൊണ്ടും രക്ഷ കിട്ടത്തില്ല. പക്ഷേ പ്രതിഫലം ലഭിക്കുന്നത് വിശ്വാസത്തിനല്ല, പ്രതിഫലം ലഭിക്കുന്നത് ചെയ്ത പ്രവർത്തികൾക്കാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ തറ ടിക്കറ്റിന് ഇരിക്കാതെ, രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൽ പോയി എന്ന് പറയാതെ, കർത്താവേ അങ്ങയ്ക്ക് വേണ്ടി ഇന്നത് ചെയ്തു എന്ന് പറയുവാൻ, അത് നല്ലവന് ഉത്തമനുമായ ദാസനെ, വരിക, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, നിന്നെ അധികത്തിന് വിചാരകനാക്കുമെന്ന് എൻ്റെ കർത്താവ് നമ്മളോട് പറയുവാൻ, നമ്മെ ഓണർ ചെയ്യുവാൻ. ടു ഓണർ ദ മാർട്ടിയേഴ്സ്. മാർട്ടിഡം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി സഭയിൽ അനേകരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ ഏറ്റവും ഒടുവിൽ എന്ന് പറഞ്ഞു നിർത്തുമ്പോൾ ആ ഭാഗം തൊട്ടുപോകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. മാർട്ടിടം നടന്നുകൊണ്ടിരിക്കുകയാണ്. രക്തസാക്ഷികൾക്കും കഷ്ടമനുഭവിക്കുന്നവർക്കും പ്രത്യേക പ്രതിഫലങ്ങൾ കൊടുക്കുവാൻ. ടു അപ്പോയിൻറ്റ് റൂളേഴ്സ് ആൻഡ് ഷെയർ ദ ത്രോൺസ്, സിംഹാസനങ്ങളിൽ നേതാക്കന്മാരെ ഇരുത്തുവാൻ. ഫോർ ദ ബീമ കോർട്ടിൻ്റെ മിഡ് സ്കൈ, മധ്യാകാശത്തിൽ നടക്കുന്ന ബീമ എന്ന കോർട്ടിൽ നമുക്ക് പ്രതിഫലം തരേണ്ടതിന്. ദിസ് വിൽ ബി ഡൺ ഇൻ ദ റാപ്ചർ. യേശുവിൻ്റെ മടങ്ങിവരവിൻ്റെ റാപ്ചറിൽ ആ കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. നാലാമത്തെ ഉദ്ദേശം, പീസ് ടു ദ വേൾഡ്, ലോകത്തിന് സമാധാനം തരുവാൻ. യേശുവിൻ്റെ ജനന സമയത്ത് ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് ദൂതന്മാർ പാടിയെങ്കിൽ അത് പൂർത്തീകരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരുന്ന സമയമാണ്. ഓൺലി ജീസസ് ക്യാൻ ഗീവ് പീസ്. സമാധാനം തരുവാൻ യേശുവിനല്ലാതെ ആർക്കും കഴിയുകയില്ല. സമാധാനം തരുമെന്ന പേരിൽ ആയിരങ്ങൾ ലോകത്തിൽ വന്നതിൽ ആർക്കും സമാധാനം കൊടുത്തിട്ടില്ല. എന്നാൽ ഹീസ് ദ പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ പുത്രനായ യേശു നമുക്ക് സമാധാനം തരും. ഈ ലോകം ആറ്റം ബോംബ്, കെമിക്കൽ വെപ്പൺസ് ആൻഡ് സോ ഓൺ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, കലാമിറ്റീസ്, ഇവ കൊണ്ട് എന്നും ബുദ്ധിമുട്ടുമ്പോൾ സമാധാനം തരുന്നവനായ യേശു ഇറങ്ങി വരും. അഞ്ചാമത്തെ ഉദ്ദേശം, റിസ്റ്റോറേഷൻ ഓഫ് ദ ലാൻഡ്. ഇത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരുപാട് സമയമെടുത്ത് ഇത് വിശദീകരിച്ചതാണ്. റിസ്റ്റോറേഷൻ ഓഫ് ദ ലാൻഡ്. ആൻഡ് ഈ ഷൽ ഹോളോ ദ 50th ഇയർ, 50ാമത്തെ വർഷം. അതൊന്ന് വായിക്കാമോ ദയവായി? ലേവ്യ പുസ്തകം 25:10. ലേവ്യ പുസ്തകം 25:10. 50ാം സംവത്സരത്തെ ശുദ്ധീകരിച്ച് ദേശത്തെല്ലാവിടവും സകല നിവാസികൾക്കും സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കണം. അത് നിങ്ങൾക്ക് യോബേൽ സംവത്സരമായിരിക്കണം. നിങ്ങൾ താന്താൻ്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകണം. നിൽക്കട്ടെ, താന്താൻ്റെ അവകാശങ്ങൾ താങ്ങൾക്ക് നൽകേണ്ടതിന് പഴയ നിയമത്തിൽ ഒരു യോബേൽ സംവത്സരം ഉണ്ടായിരുന്നു, ഒരു ശബത്ത് ഉണ്ടായിരുന്നു. വിശുദ്ധ പൗലോസ് പുതിയ നിയമത്തിൽ പറഞ്ഞു, നമുക്ക് ഒരു ശബത്തുണ്ട്, ഒരു യോബേൽ സംവത്സരമുണ്ട്. നമ്മുടെ അവകാശം നമ്മുടെ കയ്യിൽ തരയണം. ലിബർട്ടി, റിട്ടേൺ ടു ദ പൊസഷൻ. നമുക്ക് സ്വാതന്ത്ര്യം തന്നുകൊണ്ട് അവനവൻ്റെ അവകാശത്തിലേക്ക് അവരവരെ നയിക്കുന്നതിനാണ് യേശു വരുന്നത്. അഞ്ചാമത്തെ ലക്ഷ്യമാണ്. ഞാൻ മുന്നോട്ട് പോയിക്കോട്ടെ. ഈ ഭൂമി ദൈവത്തിൻ്റെ വകയാണ്. കാര്യം ഇതിനെ സൃഷ്ടിച്ചത് ദൈവമാണ്. ഒരു ബിഗ് ബാങ്ങിനാൽ ഇതിനെ സൃഷ്ടിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ബിഗ് ബാങ്ങിൻ്റെ കൂടുതൽ വിവരങ്ങൾ കണ്ടുപിടിക്കുവാൻ സേൺ പരീക്ഷണമാണ് പ്രയോജനപ്പെട്ടത്. അതിലെ പോയി എനിക്ക് അകത്ത് കയറാൻ ഒക്കത്തുമില്ല. അതിനകത്ത് അങ്ങനെ ആരെങ്കിലും കയറ്റത്തില്ല. എൻ്റെ പൊന്നെ, ഇവിടെ ഒരു എക്സ്റേയുടെ സ്ക്രീനിങ് നടക്കുന്ന റൂമിനകത്ത് സാധാരണ ആരെയും കയറ്റത്തില്ലെങ്കിൽ, എക്സ്റേ എടുക്കേണ്ടവനെ എന്നല്ല, കാണാൻ ചെല്ലുന്നവരെ കാഴ്ചക്കാരായിട്ട് അതിനകത്ത് കയറ്റത്തില്ല. റേഡിയേഷൻ ഉണ്ടാകുമെന്ന് പറയുന്നെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നോ സേൺ പരീക്ഷണത്തിന് ആളുകളെ അകത്ത് കയറ്റുമെന്ന്? ഇല്ല, ആളുകൾ ഭസ്മമായി പോകും. കഴിഞ്ഞ ദിവസം ഞാനൊരു കൊച്ചു ശാസ്ത്രീയ വിശദീകരണം കണ്ടു. വായിക്കാൻ കണ്ണില്ലെങ്കിലും കഴിവുള്ളിടത്തോളം ഇതൊക്കെ വായിക്കാനും കേൾക്കാനും എനിക്ക് താല്പര്യമുണ്ട്. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ കാണാതെ പോയ അല്ലെങ്കിൽ ഉടഞ്ഞുപോയൊരു കപ്പലിനെ തേടി ഒരു 5 പേർ സമുദ്രത്തിൻ്റെ അടിയിലേക്ക് ഇറങ്ങിപ്പോകുകയും അവിടെ നടന്ന ഒരു എക്സ്പ്ലോഷനിൽ, ഒരു ഇൻക്ലൂഷനിൽ അവർ മരിക്കുകയും ചെയ്തു. അവർക്ക് വേദനയുണ്ടായി കാണുമോ? അവരുടെ ശരീരങ്ങൾ എവിടെ എന്ന ചോദ്യത്തിന് ശാസ്ത്രം പറയുന്ന ഒരു മറുപടിയുണ്ട്. 10 മില്ലി സെക്കൻഡിനകം അവരുടെ ശരീരം ബാഷ്പീകരിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ ശരീരത്തൊരു മുറിവ് പറ്റുകയോ പൊള്ളലേക്കുകയോ ചെയ്താൽ ആളിന് വേദന അനുഭവിക്കണമെങ്കിൽ ആസ് പെർ ദ റിയാക്ഷൻ ടൈം ഓഫ് എ പേഴ്സൺ, ഒരു മനുഷ്യൻ്റെ റിയാക്ഷൻ ടൈമിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞത് 22 മില്ലി സെക്കൻഡ് എടുക്കും. പക്ഷേ ഇത് 10 മില്ലി സെക്കൻഡിനകം അവർ ബാഷ്പീകരിച്ചു പോയി, മർദ്ദവ്യത്യാസം കൊണ്ട്. അതാണ് മർദ്ദത്തിൻ്റെ സ്ഥിതിയെങ്കിൽ ആ പരീക്ഷണങ്ങൾ നടത്തിയ സേണിൽ ആരും കയറ്റി കാണിക്കത്തില്ല. അതിൻ്റെ മുന്നിലെങ്ങാനും പോയി ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു, അതും എനിക്ക് ഒക്കാതെ പോയി. വി സെറ്റ് ബിഗ് ബാങ്. ഹി ഈസ് ദ ട്രൂ ഗോഡ്. താനാണ് സൃഷ്ടാവായ ദൈവം, തൻ ജീവനുള്ള ദൈവമാണ്. തനിക്കൊരു ട്രയൂൺ നേച്ചറുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് ചേർന്നതാണ് ത്രിയേക ദൈവം. അത് സേൺ പരീക്ഷണത്തിൽ വീണ്ടും വെളിവായി. XY and C ബോസൺസ് ഒരുമിച്ച് ചേർന്നതാണ് ബിഗ് ബാങ് എന്ന് അവരും പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 1:28 ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. പ്രപഞ്ചം ദൈവത്തിൻ്റെ വകയാണ്. അത് ദൈവം ആദമിനെ ഏൽപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 9:1-2 വാക്യങ്ങളിൽ പിന്നത്തേതിൽ ദൈവം അത് നോഹയ്ക്ക് കൊടുത്തു. അതിനുശേഷം
ദൈവം അത് അബ്രഹാമിനൊരു ചെറിയ വിഭാഗവും മേജർ പാർട്ട് ജാതികൾക്കുമായി പകുത്തു കൊടുത്തു. അവിടം വരെ നമുക്ക് നന്നായി അറിയാം. അടുത്ത പിക്ചർ നമ്മൾ സാധാരണ കാണാറുണ്ട്. ദാനിയേൽ പ്രവചനം തരുന്ന ഒരു പ്രത്യേക പഠനത്തിൽ ഒരു വലിയ ബിംബത്തെ ദൈവം ദാനിയേലിനെ കാണിച്ചു കൊടുക്കുകയും, ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 31 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ബിംബത്തെ ദാനിയേലിനെ കാണിച്ചു കൊടുക്കുക, അല്ല രാജാവിനെ കാണിച്ചു കൊടുക്കുകയും, ഇതാണ് ലോകത്തിൻ്റെ ഭരണകൂടം. ബാബിലോൺ, പേർഷ്യ, ഗ്രീസ്, റോം, ഒടുവിൽ ജനായത്ത ഭരണം വരെ എല്ലാം കൂടെ ഒരുമിച്ച് ചേരുന്നതാണ് ജാതികളുടെ കാലമെന്നും ദൈവം ജാതികൾക്ക് വേണ്ടി അതിനെ വിട്ടുകൊടുത്തിരിക്കുന്നു എന്നും പറഞ്ഞു. ഞാൻ ഇനി ആ ബിംബത്തെ തന്നെ എടുക്കാൻ പോകുകയാണ്. അതുകൊണ്ട് ആ ബിംബത്തെ ഞാനൊന്ന് പുറത്തെടുത്ത് കാണിച്ചത്. ഇനി ഞാൻ എടുക്കുന്നത് ബിംബം മാത്രമേ ഉള്ളൂ. അത് പുറത്തോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ 5 വിധ ഭരണങ്ങളെ ഒരുമിച്ചാണ് ഈ കാണിക്കുന്നത്. ഒടുവിലായിട്ട് ഈ ഭൂമിയുടെ എന്തുവാ ടൈറ്റിൽ ഡീഡ് തീറാധാരം പിശാച് കൊണ്ടുപോയത്, ഈ ജാതികൾ കൊണ്ടുപോയത്, ഈ ജാതികളുടെ കയ്യിൽ ഇന്നായിരിക്കുന്ന ഈ തീറാധാരം. അവർക്ക് തീറാധാരം ഉണ്ടോ? ആരുടെയും പേരിൽ എഴുതി കൊടുത്തതാണോ? ഒന്നും എഴുതി കൊടുത്തതല്ല. പക്ഷെ കൊടുത്ത പോലെ ഇരിക്കുന്നത്. ഒരു കാരണവുമില്ലാതെ പാസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തു, ജയിലിലിട്ടു. കർണാടക ഗവൺമെൻറ് കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, അങ്ങനെ പോയ പാസ്റ്റേഴ്സിൻ്റെ കേസസ് ഞങ്ങൾ ഒന്നുകൂടെ റിവ്യൂ ചെയ്യാൻ പോകുകയാണ്. അവർക്കും അറിയാം, പാസ്റ്റേഴ്സിനും അറിയാം, ഇട്ടവർക്കും അറിയാം, ഇത് സ്വച്ഛാധികാരത്തിൽ തീർന്നതാണ്. ആരും തീർ എഴുതി കൊടുത്തതല്ലെങ്കിലും തീർ എഴുതിയതുപോലെ ഇന്നാക്കി വെച്ചിരിക്കുകയാണ്. അത് തിരികെ പിടിക്കുവാൻ യേശു വരും. അത് തിരികെ പിടിക്കുവാനാണ് യേശു വരുന്നത്. ദ ടൈറ്റിൽ ഡീഡ് സാത്താൻ്റെ കയ്യിൽ നിന്നും ജാതികളുടെ കയ്യിൽ നിന്നും എടുക്കേണ്ടതിന് വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ 5-ാമത്തെ അധ്യായത്തിൽ ഒരു 7 സീലുകളുള്ള ഒരു പുസ്തകം കാണാം. 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം. ഇതിൻ്റെ ഭൂമിയുടെ ടൈറ്റിൽ ഡീഡ് ഉൾപ്പെടുന്നതാണത്. 1000 ഭക്തന്മാരുടെ പ്രാർത്ഥനകളുടെ മറുപടി, ഭൂമിയുടെ ടൈറ്റിൽ ഡീഡ് എല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു പുസ്തകം സ്വർഗത്തിൽ കണ്ടു. അത് 7 മുദ്രകളാൽ മുദ്രയിട്ടിരിക്കുകയാണ്. ആ പുസ്തകം വാങ്ങാനോ മുദ്ര തുറക്കാനോ ശക്തനായി ആരെയും കണ്ടില്ല. പൈശാചിക ഭരണകൂടം, ഇന്നത്തെ പൈശാചിക ശക്തികളാൽ ഫലിക്കപ്പെടുന്ന ആ ഭരണകൂടം അതുപോലെ സ്ട്രോങ് ആകയാൽ അത് തിരികെ പിടിക്കുവാൻ കഴിയുന്ന ആരെയും കാണായികയാൽ യോഹന്നാൻ അപ്പോസ്തലൻ നിലവിളിക്കുമ്പോൾ മൂപ്പന്മാരിൽ ഒരുവൻ പറഞ്ഞു, അല്ല, യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമായ അറുക്കപ്പെട്ട കുഞ്ഞാട് പുസ്തകം വാങ്ങുവാനും മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശു മുദ്ര പൊട്ടിക്കുകയും രാജ്യം സ്വന്തമാക്കുകയും ചെയ്തു. അതിനാണ് യേശു മടങ്ങി വരുന്നത്. റിസ്റ്ററേഷനിൽ ലേവ്യർ 25 ഒരുപാടുണ്ട്. ആൻറ്റി ക്രൈസ്റ്റ് വന്നിട്ട് ആൻറ്റി ക്രൈസ്റ്റ് തന്നെ ഈ ഗവൺമെൻറ്റുകളെ വീണ്ടും ഒന്നാക്കും. ഈ 5 രാഷ്ട്രങ്ങളായി, അല്ല വെളിപ്പാട് പുസ്തകമാകുമ്പോഴത്തേക്ക് 8 വ്യത്യസ്ത രാഷ്ട്രങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന 8 രാഷ്ട്രങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് എതിർ ക്രിസ്തു ഒരു വലിയ സാമ്രാജ്യം ഉണ്ടാകും. എതിർ ക്രിസ്തു ഭരണം ഏറ്റെടുക്കും. എതിർ ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന്, പൈശാചിക ശക്തി, ഡ്രാഗൺ എന്ന് ബൈബിൾ അതിനെ ചിത്രീകരിക്കുന്നു. സർപ്പശക്തി, സർപ്പമെന്ന് ബൈബിൾ അതിനെ ചിത്രീകരിക്കുന്നു. 2, കള്ളപ്രവാചകൻ, വ്യാജ മതം. 3, ബീസ്റ്റ്, ഭൗതിക ലോകത്തിലുള്ള ഒരു ഗവൺമെൻറ്. ഇത് 3ഉം കൂടെ ചേർന്നാണ് എതിർ ക്രിസ്തുവെങ്കിൽ ദ ആൻറ്റി ക്രൈസ്റ്റ് വിൽ മേക്ക് ഹിംസെൽഫ് എ വൺ വേൾഡ് ഗവൺമെൻറ്. ജീസസ് വിൽ ഓവർത്രോ ആൻഡ് ടേക്ക് ഓവർ ഫ്രം ഹിം. അവൻ തന്നെ ഈ ഭൂമിയെ ഒറ്റ ഭരണത്തിൻ്റെ കീഴിലാക്കുവാൻ ശ്രമിക്കുകയും ഭരണത്തിൻ്റെ കീഴിലാക്കി ഒരു എതിർ ക്രിസ്തു ഇവിടെ വാഴുകയും ചെയ്യുമ്പോൾ യേശു ഇവിടെ വന്ന് അവനെ തുരത്തിയ ശേഷം, അതെ, ഈ സത്വത്തെ തുരത്തിയ ശേഷം യേശു അതിനെ ഏറ്റെടുക്കുകയും ചെയ്യും. ദാനിയേലിൻ്റെ പ്രവചനം 2-ാം അധ്യായം 44 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറൊരു ജാതിക്കും ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. അങ്ങനൊരു രാജ്യത്വം യേശു സ്ഥാപിച്ചെടുക്കും. ദാനിയേലിനോടൊരു വിശദീകരണം പറഞ്ഞു. കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് അത് ഈ നിൽക്കുന്ന ബിംബത്തിൻ്റെ കാലിൻ്റെ വിരലുകളിലടിക്കും. ഏറ്റവും താഴെ കാലിൻ്റെ വിരലുകളിലടിക്കും എന്ന് പറഞ്ഞാൽ അവരുടെ ഭരണത്തിൻ്റെ അന്തിമ കാലത്ത് ജനായത്ത ഭരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ
ജനങ്ങളെ തിരഞ്ഞെടുത്ത് ജനങ്ങൾ ഭരിക്കപ്പെടുന്ന ഈ കാലത്ത് ഇരുമ്പിനുള്ള ബലവും കളിമണ്ണിൻ്റെ തകർച്ചയും ഒരുപോലെ ഇരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വരും. ആരും അറിയത്തില്ല എവിടുന്നാണെന്ന്, എങ്ങനെയാണെന്ന് അറിയത്തില്ല. അത് സ്വർഗത്തിൽ ദൈവം അയക്കുന്നതാണ്. അത് വന്ന് ഈ ബിംബത്തെ ഇടിച്ചു കളയുകയും പൊടിച്ചു കളയുകയും അവിടെ യേശു രാജ്യത്വം ഏറ്റെടുക്കുകയും ചെയ്യും എന്നാണത്. ടൈമിങ്ങിലേക്കൊന്ന് വേഗത്തിൽ പോകാം. വാട്ട് ഈസ് ദ ടൈമിങ്? സക്കറിയാവിൻ്റെ പുസ്തകം 14:7 ദൈവത്തിന് മാത്രം, പിതാവിന് മാത്രം അറിയാവുന്നൊരു സമയം. മത്തായിയുടെ സുവിശേഷം 24:36 പിതാവിന് മാത്രം അറിയാവുന്നൊരു സമയം. മത്തായി 24:44 പ്രതീക്ഷിക്കാത്ത സമയം. ലൂക്കോസ് 12:40 അപ്രതീക്ഷിതമായ സമയം. എബ്രായ ലേഖനം 10:37 ഇൻ എ ഷോർട്ട് ടൈം, ഇൻ എ ഷോർട്ട് വൈൽ, ഒരല്പകാലത്തിന് ശേഷം. 2 പത്രോസ് 1:19 ദ പ്രൊഫസി ഈസ് എ ലൈറ്റ് ഫോർ ഇൻ ദ ഡാർക്ക് പീരീഡ്. അന്ന് വരത്തേക്ക്, ആ നിസ്സാരമായ കാലം കഴിഞ്ഞ് ഈ രാജ്യം യേശു ടേക്ക് ഓവർ ചെയ്യുന്നത് വരെ നമ്മളെ നടത്തേണ്ടതിനാണ് പ്രവചനങ്ങൾ തിരുവചനത്തിൽ. ആ പ്രവചനങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുവരെ നമ്മെ നടത്തുവാൻ ഇത് മതിയായതാണ്. എഗെയിൻ ഞാൻ ആ ഭാഗം ഇനിയും വിശദീകരിക്കുന്നില്ല. ടൈമിംഗ് ഓഫ് ഹിസ് കമ്മിങ്, ഒരു പ്രാവശ്യം കൂടെ പോവുകയാണ്. ടൈമിംഗ് ഓഫ് ഹിസ് കമ്മിങ്. ഏഞ്ചൽസ് ആസ്ക്ഡ് ദിസ് ക്വസ്റ്റ്യൻ. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ദൂതൻ ഈ ചോദ്യം ചോദിക്കുന്നു, എന്നാണ് ഇതിൻ്റെ അവസാനം, എന്നാണ് ഇത് നടക്കുന്നത്? ഹൗ ലോങ് ഷാൽ ഇറ്റ് ബി ബിഫോർ ദ എൻഡ് ഓഫ് ദിസ് വേൾഡ്? മത്തായി 24:3 അപ്പോസ്തലന്മാർ ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇത് എന്നായിരിക്കും? യേശുക്രിസ്തുവിൻ്റെ മറുപടിയിൽ ലൂക്കോസ് 17:34 മത്തായി 24:40 2 പേർ ഒരു കട്ടിലിൽ കിടക്കും, 2 പേർ വയലിൽ അധ്വാനിക്കും, 2 പേർ തിരികല്ലിൽ പൊടിക്കും. 2 പേർ ഒരു കട്ടിലിൽ കിടക്കുമെന്ന് പറയുന്നത് രാത്രിയെയും, 2 പേർ വയലിൽ അധ്വാനിക്കുമെന്ന് പറയുന്നത് പകലിനെയും, 2 പേർ തിരികല്ലിൽ പൊടിക്കുമെന്ന് പറയുന്നത് രാവിലെയും വൈകിട്ടുമുള്ള സമയങ്ങളിലെയും കുറിക്കുന്നതാണ്. ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിനാൽ മണിക്കൂർ പറയാൻ ഒക്കത്തില്ല. ഒരിടത്ത് രാത്രിയാണ്, വേറൊരിടത്ത് പകലാണ്, ഇനിയൊരിടത്ത് പ്രഭാതമാണ്, പിന്നൊരിടത്ത് ഇരുട്ടാണ്. ഇങ്ങനെ പലതുമുണ്ട് ആ സമയത്താണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രവചനങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഒരു ഭാഗത്ത് സമയമെടുക്കേണ്ടതിനാണ് ഇവിടെ ഓടിപ്പോകുന്നത്. എല്ലാവർക്കും മനസ്സിലാകത്തക്കതുപോലെ പവർ പോയിന്റിലുള്ളത് കൊണ്ട് അത് മതിയാകും. പ്രവചനങ്ങൾക്ക് അനേക നിവർത്തീകരണങ്ങളുണ്ട്. ബൈബിൾ പ്രവചനങ്ങൾ ആർക്കെങ്കിലും ഒരു മണ്ടന് എളുപ്പം വ്യാഖ്യാവുന്നത് പോലെ അത്ര നിസ്സാരമല്ല. അതിനനേക പൂർത്തീകരണങ്ങളുണ്ട്. ഒന്ന്, പാർഷ്യൽ ഫുൾഫിൽമെൻറ്റ്, ഭാഗികമായ നിവർത്തീകരണങ്ങളുണ്ട്. 2, ഫൈനൽ ഫുൾഫിൽമെൻറ്റ്, ഒരു കംപ്ലീറ്റായ നിവർത്തീകരണമുണ്ട്. 3, സ്പിരിച്വൽ ഫുൾഫിൽമെൻറ്റ്, ആത്മീയമായി മാത്രമുള്ള ഫുൾഫിൽമെൻ്റ് ഉണ്ട്. 4, ഫിസിക്കൽ ഫുൾഫിൽമെൻറ്റ്, ഏറ്റവും ഒടുവിൽ എ കംപ്ലീറ്റ് ഫൈനൽ ഫുൾഫിൽമെൻറ്റ്, ഗ്രാൻഡ് ഫിനാലെ എന്നൊക്കെ പറയും. അത് യേശുവിൻ്റെ വരവിങ്കലാണ് ആ ഗ്രാൻഡ് നടക്കേണ്ടത്. അതുവരെ പ്രവചനങ്ങൾക്ക് അനേക നിവർത്തീകരണങ്ങളുണ്ട്. അത് ഭാഗികമായി നടക്കുക. ഇന്ന് ഭാഗികമായി നടക്കുന്ന ചില കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശേണ്ടതിനാണ് ഞാൻ ആ പ്രസ്താവന ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞത്. സൈൻ ഓഫ് ഹിസ് കമ്മിങ്, തൻ്റെ വരവിൻ്റെ ലക്ഷ്യങ്ങൾ. മത്തായി 24:3 അവൻ ഒലിവ് മലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ അവനോട് അതെപ്പോൾ സംഭവിക്കും എന്ന് ചോദിച്ചു. സൈൻ ഓഫ് ഹിസ് കമ്മിങ്, മോസ്റ്റ് സൈൻസ് ആർ ഫോർ ദ ഗ്ലോറിയസ് അപ്പിയറൻസ്. യേശുവിൻ്റെ വരവിനെ 2 ഭാഗങ്ങളായിട്ടിരിക്കും. ഒന്നാമത്തേത് അവൻ്റെ രഹസ്യവരവാണ്. അത് മധ്യാകാശത്തിൽ വരെ മാത്രമേ ഉള്ളൂ. അതിനകത്ത് വിശുദ്ധന്മാർ മാത്രം ചേർക്കപ്പെടും. പൗലൂസ് പറയുന്ന ഒരു പദമുണ്ട് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ, നാം എല്ലാവരും ചേർക്കപ്പെടും. അതെടുത്തുകൊണ്ട് ഒരാൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഞാനും കേട്ടു. എന്ന് പറഞ്ഞാൽ കൊരിന്ത്യർ മൊത്തം പോകുന്ന, കൊരിന്ത്യയിൽ അപ്പൻ്റെ ഭാര്യയും കൊണ്ട് നടക്കുന്നവനുണ്ട്, കൊരിന്ത്യരിൽ കള്ളടിച്ച് കറങ്ങുന്നവനുണ്ട്. ഇവനെയൊക്കെ യേശുവിൻ്റെ വരവെങ്കിൽ എടുത്തുകൊള്ളുമെന്നാണോ പറഞ്ഞത്? എങ്കിൽ പിന്നെ കന്നുകാലിയെപ്പോലും ഉപേക്ഷിക്കാൻ കാണുകയില്ലല്ലോ, സകലതും പോകേണ്ടി വരും. അല്ലടോ മണ്ട, അങ്ങനെയല്ല. വിശുദ്ധന്മാരെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയുന്ന പദമാ, നാം എല്ലാവരും ചേർക്കപ്പെടും. റാപ്ചർ ഈസ് എനി ടൈം ബിഫോർ ദാറ്റ്. ഈ മഹത്വപ്രത്യക്ഷതയെ ആണ്, അല്ലെങ്കിൽ യേശു കാണത്തക്കവണ്ണം ഇറങ്ങി വരുന്ന വരവിൻ്റെ ലക്ഷണങ്ങളാണ് പറഞ്ഞത്. വിശുദ്ധന്മാരെടുത്തുകൊള്ളപ്പെടുന്ന ആ എടുപ്പ് അതിനു മുൻപാണ്. അതിനേറെക്കുറെ 7 വർഷം മുമ്പായിരിക്കും. ആകയാൽ അതിൻ്റെ ലക്ഷണങ്ങളൊന്നും ബൈബിളിലില്ല. എന്നാൽ ഇതിന് ശേഷം ഒരു 7 വർഷം കഴിയുമ്പോൾ നടക്കേണ്ട പല ലക്ഷണങ്ങളിലും ബൈബിളിലുണ്ട്.
ഇനിയും ഈ ലക്ഷണങ്ങളുടെ ഒരു പ്രത്യേകത പ്രസവവേദന വരും പോലെയാണ് എന്ന് എഴുതിയിരിക്കുന്നു. 1 തെസ്സലോനിക്കരുടെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും, അവർക്ക് തെറ്റിയൊഴിയാവതല്ല. എന്നാൽ സഹോദരന്മാരെ, അന്നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിനുള്ളവരല്ല. എന്താ പ്രസവവേദനയുടെ പ്രത്യേകത? ഒരു വേദന വന്നു, അമ്മച്ചിമാർക്ക് മാത്രം കറക്റ്റ് അറിയാം. ഒരു വേദന വന്നു, ആ വേദന മാറിപ്പോയി. 10 മിനിറ്റ്, അരമണിക്കൂർ, 1 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഒരു വേദന വന്നു, വീണ്ടും ചില മിനിറ്റുകൾ കൊണ്ട് മാറിപ്പോകും. വീണ്ടും ഒരു വേദന വന്നു, മാറിപ്പോകും. വിട്ട് 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 വേദനിക്കുകയും വിട്ട് വിട്ട് മാറിപ്പോകുകയും ചെയ്യുന്ന ഒന്നിനെയാണ് പ്രസവ വേദന എന്ന് പറയുന്നത്. യേശുവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളും അങ്ങനെയാണ്. ചില സംഭവങ്ങൾ കാണുമ്പോൾ ഇത് യേശുവിൻ്റെ വരവിൻ്റെ ലക്ഷണമാണ്. കഴിഞ്ഞു, പിന്നെ കുറേ നാളത്തേക്ക് വേദനയില്ല. അത് കഴിയുമ്പോഴാണ് അടുത്ത വേദന വീണ്ടും വരുന്നത്. ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെ ആയിരിക്കും യേശുവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ എന്ന് തിരുവചനം പറയുന്നു. സാധാരണ സൈനുകൾ വേദപുസ്തകത്തിൽ പലതുണ്ട്. യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, ഫെമൈൻ, ക്ഷാമങ്ങൾ, പെസ്റ്റലൈൻസ്, എർത്ത്ക്യൂക്ക്, സുനാമീസ്, ഫിയർഫുൾ സൈറ്റ്സ്, സൈൻ ഇൻ ഹെവൻ, പെർസിക്യൂഷൻ ആൻഡ് മെനി മോർ. ഇന്ന് കാണുന്ന പീഡയും അതിൻ്റെ ഭാഗങ്ങളിൽ ഒന്നാണ് എന്ന് മറക്കരുത്. ഇനിയും ഞാൻ ചിലത് സ്പെസിഫിക്കായി എടുക്കാൻ പോകുകയാണ്. അതിലൊന്ന് ഇസ്രയേലിൻ്റെ സ്ഥിതിയാണ്. സൈൻ ഓഫ് ഇസ്രയേൽ. പൊളിറ്റിക്കൽ സയൻസ്, സയൻറ്റിഫിക് സയൻസ്, സ്പിരിച്വൽ സയൻസ്, സയൻസ് ഇൻ സോഷ്യൽ ലൈഫ് ആൻഡ് സയൻസ് ഇൻ നേച്ചർ, ഇതെല്ലാം അതിനെ കാണിക്കുന്നതാണ്. ഇതിൽ യെരുശലേമിനെ കുറിക്കുന്ന ചില സൈനുകൾ എടുക്കാൻ താല്പര്യപ്പെടുന്നു. ഇന്ന് കറണ്ട് നടന്നുകൊണ്ടിരിക്കുന്നതിൽ ചിലത് ഇതിനകത്ത് ചേർക്കപ്പെടുന്നത് കൊണ്ട് കഴിഞ്ഞ ദിവസം എന്തിതിനെക്കുറിച്ച് പറയണം, ഞാൻ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച കർത്താവ്, ഈ ഞായറാഴ്ചയ്ക്ക് മുമ്പേ എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തൊരു നേരിയ ചിന്ത തന്നു. എന്തെങ്കിലും ഇതുവരെ പറയാത്ത പുതുമകൾ പറയുവാൻ കർത്താവ് തരും. അതുകൊണ്ട് ഈ സബ്ജക്റ്റ് മാറ്റണ്ട, ഇതേ സബ്ജക്റ്റ് തന്നെ എടുത്തു. ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് 1-2 മാസികകളിലും മറ്റുമായി ചിലത് കാണുകയും യഹൂദനോടുള്ള ബന്ധത്തിലുള്ള ദൈവിക ആലോചനയുടെ നിവർത്തീകരണം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങളും ഏറെ ഇന്ന് കേൾക്കുന്നതായ ദൂതുകളിലേക്ക് പോകുവാൻ ഇടയായത്. യഹൂദനെ കുറിക്കുന്ന, യഹൂദൻ്റെ ചരിത്രത്തെ കുറിക്കുന്ന ചിലത്. അനേക ഉപമാനങ്ങൾ യഹൂദനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തളിർക്കുന്ന അത്തി നമ്മളിവിടെ എടുത്തു തീർത്തതാണ്, ഇറ്റ്സ് ഡൺ. ഉണങ്ങിയ അസ്ഥി നമ്മളിവിടെ എടുത്തു തീർത്തതാണ്, ഇറ്റ് ഇസ് ഡൺ. ചിതറിയ ശേഷം തിരികെ ചേർക്കുന്ന രാഷ്ട്രം യഹൂദൻ്റെ ചരിത്രത്തിൽ നിന്നാണ്. അത് ഇന്ന് തൊടും. ഇസ്രയേൽ മടങ്ങി വരും. അവരെ ഒരിക്കൽ ദൈവം ചിതറിച്ചു കളഞ്ഞു. AD 70 ഇസ്രയേൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ചിതറി. നിങ്ങൾക്കറിയാമോ, ഇസ്രയേൽ ചിതറിപ്പോയ ഇടങ്ങളിൽ ഇസ്രയേലിനെ പീഡിപ്പിക്കാതിരുന്നത് ഞാൻ കേട്ടതനുസരിച്ച്. എനിക്ക് 100% ആധികാരികമായിട്ട് പറയുവാൻ ഞാൻ ചരിത്ര വിദ്യാർത്ഥി അല്ല. ഇസ്രയേലിനെ അധികം പീഡിപ്പിക്കാത്ത ഒറ്റ രാജ്യം ഇന്ത്യയായിരുന്നു. ആ സൽപ്പേര് നമുക്ക് പോയി പണ്ടേ പോയി. ഇസ്രയേലിനെ ഒട്ടും പീഡിപ്പിക്കാഞ്ഞ ഒരു ജാതി ഇന്ത്യയായിരുന്നു. അന്ന് അവർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ചിതറിക്കുമ്പോൾ കർത്താവ് യെരമ്യാ പ്രവാചകൻ മുഖേന ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ ദൃഷ്ടി നന്മയ്ക്കായി അവരുടെ മേൽ വെച്ച് അവരെ ഈ ദേശത്തേക്ക് വീണ്ടും കൊണ്ടുവരും. ഞാൻ അവരെ പണിയും, പൊളിച്ചു കളകയില്ല. അവരെ നടും, പറിച്ചു കളകയുമില്ല. ഞാൻ യഹോവയെന്ന് എന്നെ അറിയുവാൻ തക്ക ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും. ഒന്ന്, അവർക്കൊരു ഹൃദയ പരിജ്ഞാനം ദൈവം കൊടുക്കുക. അത് ഒടുവിലത്തേതാ, ഒരു ഹൃദയ പരിജ്ഞാനം കൊടുക്കുക. ആരംഭത്തെങ്കിൽ ഞാനവരെ എൻ്റെ ദേശത്തേക്ക് അല്ലെങ്കിൽ അവരുടെ ദേശത്തേക്ക് മടക്കിക്കൊണ്ടുവരും. ഞാൻ വീണ്ടും അവിടെ വരും. ഒന്ന്, അവരുടെ രാജ്യമായി ദൈവം അവരെ ഉദ്ധരിക്കും. 2, അതിനുശേഷം അവരുടെ മനപരിവർത്തനം കൊടുത്ത് അവർക്ക് മാനസാന്തരം കൽപ്പിക്കും. അതാണ് ദ ഓർഡർ ഓഫ് റിസ്റ്റോറേഷൻ. ഇസ്രയേൽ മടങ്ങി വരും. യെരമ്യാ പ്രവചനം 29:14 നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഇടയാകും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളുടെ പ്രവാസം മാറ്റും. ഞാൻ നിങ്ങളെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ജാതികളിൽ നിന്നും എല്ലാ ഇടങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് ഞാൻ നിങ്ങളെ വിട്ടുപോകുമാറാക്കിയ സ്ഥലത്തേക്ക് തന്നെ മടക്കി കൊണ്ടുവരും. യെശയ്യാവ് 43:5-6 ഭാഗങ്ങളിൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. നിന്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് ശേഖരിക്കുകയും ചെയ്യും.
ഞാൻ വടക്കിനോട് തരികയെന്നും തെക്കിനോട് തടുത്തു വയ്ക്കരുത് എന്നും കൽപ്പിക്കും. നാനാ ദിക്കിൽ നിന്നും, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും, വടക്ക് നിന്നും തെക്ക് നിന്നും, യെരുശലേമിൻ്റെ 4 വട്ടത്തിൽ നിന്നും ഞാൻ എൻ്റെ ജനത്തെ തിരികെ കൊണ്ടുവരും എന്നാണ് അവിടെ കൽപ്പിച്ചിരിക്കുന്നത്. അരിച്ചു പെറുക്കിക്കൊണ്ടുവരും. ആ റെഫറൻസ് എടുക്കാൻ എനിക്ക് സാധിച്ചില്ല. ആരുടെയെങ്കിലും കയ്യിൽ റെഫറൻസ് ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ തെറ്റില്ല. അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ ഞാൻ ഇസ്രയേലിനെ അരിച്ചു പെറുക്കും. ഇന്ന് ഭയങ്കര പ്രാധാന്യമുള്ളൊരു വാക്യമാണ്. അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ ഞാൻ ഇസ്രയേലിനെ അവർ നഷ്ടപ്പെട്ടു പോയ സകല ജാതികളുടെ ഇടയിൽ നിന്നും അരിച്ചു പെറുക്കും. യഹൂദനെ അരിച്ചു പെറുക്കിക്കൊണ്ട് പോകുവാൻ തുടങ്ങി. ചിലർ എതിർത്തു, ചില രാജ്യങ്ങൾ എതിർത്തു, വേറെ ചില രാജ്യങ്ങൾ അവരെ സഹായിച്ചു. ഇന്ത്യയും അമേരിക്കയും മുതലായവർ അവരെ അനുകൂലിച്ചു. മലയാളികളായ യഹൂദന്മാർ തിരികെ പോയി. നമ്മുടെ കൊച്ചിയിൽ യഹൂദന്മാരുണ്ടായിരുന്നു. അവരുടെ ദേവാലയം ഇന്നും അവിടെ ഉണ്ട്. അവസാനത്തെ ഒരു യഹൂദ കുടുംബം അവിടെ ഉണ്ടായിരുന്നതും പോയി എന്നാണ് കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടത്. ഏറ്റവും കൂടുതൽ ഒരു അമ്മച്ചിയും ഒരു മോളുമായിരുന്നു മിച്ചമുണ്ടായിരുന്നത്. ബാക്കി യഹൂദന്മാർ മുഴുവനും മലയാളികൾ പോയി. എനിക്കൊരു ജോസഫിനെ അറിയാം. അദ്ദേഹം മലയാളിയാണ്, ചങ്ങനാശ്ശേരിക്കാരനാണ്. യഹൂദനായി കൺവേർട്ട് ചെയ്തയാളാണ്, അവൻ വരെ പോയി. ഉണങ്ങിയ അസ്ഥികൾ ജീവിച്ചെഴുന്നേൽക്കുന്നത് പോലെ അവർ പോയി ഒരു സൈന്യമായി മാറി, അരിച്ചു പെറുക്കി. ഇനിയും നമ്മൾ ഇന്നത്തെ കറണ്ട് അഫെയറിലോട്ട് കയറാൻ പോകാം. ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിൽ നിന്നും പലരും പോയി. മണിപ്പൂരിലുള്ളവർ, ഇന്ന് നമ്മുടെ മണിപ്പൂർ ചരിത്രമല്ലേ നമ്മൾ ഏറ്റവും ഗൗരവമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. മണിപ്പൂരിലുള്ള ഒരു ഗോത്രത്തിൻ്റെ പേരാണ് ബെനെ മനശ്ശെ ഗോത്രം. ഇസ്രയേലിൻ്റെ 12 ഗോത്രങ്ങളും മടങ്ങിപ്പോയ കൂട്ടത്തിൽ മനശ്ശെ ഗോത്രത്തിൽ നിന്ന് ആരും ഇസ്രയേലിൽ ചെന്നിട്ടില്ല. ലിസൺ അഗെയിൻ, മനശ്ശെ ഗോത്രത്തിൽ നിന്ന് ആരും ഇസ്രയേലിൽ ചെന്നിട്ടില്ല. കാലത്തിൻ്റെ പോക്കിൽ മനശ്ശെ ഗോത്രം നമ്മുടെ നോർത്ത് ഇന്ത്യയിലുണ്ട്, മണിപ്പൂരിൽ അവർ താമസിക്കുന്നു എന്ന് ഇസ്രയേൽ ഗവൺമെൻറ്റിന് അറിവ് കിട്ടി. ഇസ്രയേൽ ഗവൺമെൻറ് അവിടെ നിന്ന് നിങ്ങൾ തിരികെ വരിക എന്ന് പറഞ്ഞ് മനശ്ശെ ഗോത്രക്കാരെ, ബെനെ മനശ്ശെ ഗോത്രത്തെ വിളിച്ചു. ബെനെ മനശ്ശെയുടെ മക്കൾ പോകാതിരുന്നു. പക്ഷെ അവർ പോയില്ല. അവർ പറഞ്ഞു, ഇന്ത്യ ഞങ്ങൾക്ക് സുഖകരമായ സ്ഥലമാണ്, ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾക്കറിയാമോ, ഈ മണിപ്പൂർ എന്നുള്ള പേരിൻ്റെ അർത്ഥം നിധികളുടെ ഇടമെന്നാണ്, പേളുകളുടെ, രത്നങ്ങളുടെ ഇടമെന്നാണ്. ആഫ്രിക്കൻ രാജ്യങ്ങൾ ഒഴിച്ചാൽ നാച്ചുറൽ റിസോഴ്സസ് ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് മണിപ്പൂർ എന്നാണ് വിപ്പ്. അതുകൊണ്ടാണ് മണിപ്പൂർ എന്ന പേര് കിട്ടിയത്. മണിപ്പൂരിൽ ഞങ്ങൾക്കൊരു ശല്യവുമില്ല. ഏതാണ്ട് 1000 വർഷങ്ങൾക്ക് മുന്നേ പലയിടങ്ങളിൽ നിന്നായി വന്ന അവർ മണിപ്പൂരിൽ താമസിക്കുകയായിരുന്നു. കുക്കുകളുടെ ഇടയിലും അവരുണ്ട്, മറുവിഭാഗത്തിലും അവരുണ്ട്. അവിടെ സുഖമായി താമസിക്കുന്ന യഹൂദന്മാരുടെ ചീഫ് റബിയായിരുന്ന മിസ്റ്റർ എലിയാഹു അവീച്ചൽ ഒരു പ്രാവശ്യം വന്ന് അവരെ വ്യക്തിപരമായി വിളിച്ചതാണ്. നിങ്ങൾ യെരുശലേമിൽ മടങ്ങി വരിക, അവിടെ വന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സകലതുമുണ്ട്. മനശ്ശെ ഗോത്രം അവിടെ എത്തിയിട്ടില്ല, അവരവിടെ വന്നേ മതിയാകൂ. ദൈവം അരിച്ചു പെറുക്കി കൊണ്ടുവരുമെങ്കിൽ അവരെ കൊണ്ടുവന്നേ പറ്റൂ. അവരെ വിളിച്ചതാണ്. ഭാരത സർക്കാർ പൊയ്ക്കോളാൻ അനുമതി കൊടുത്തതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സാറ് ഇസ്രയേൽ വിസിറ്റ് ചെയ്ത സാഹചര്യങ്ങളിൽ ഇവിടെയുള്ള യഹൂദന്മാർ തിരികെ പോകുവാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കാമെന്ന് അവരുടെ ഗവൺമെൻറ്റിനോട് പറയും. അതുകൊണ്ട് എലിയാഹു അച്ചീവൽ എന്ന മനുഷ്യൻ വന്ന് അവരെ വിളിക്കുകയും ചെയ്തു. അവർ പോകുവാൻ തയ്യാറായില്ല. ചെന്നവരെ ഇസ്രയേൽ മാന്യമായി മാനിച്ചു. ഇസ്രയേലിൽ മടങ്ങിപ്പോയവരെ അവർ കാര്യമായി എതിരേറ്റു, കാര്യമായി അവരെ മാനിച്ചു. ചെല്ലാത്തവർ ചെല്ലാൻ വേണ്ടി മറ്റവർ കാത്തിരിക്കുന്നു. ഓർഡർ ഓഫ് ദ റിസ്റ്റോറേഷൻ, എങ്ങനെയാണ് ദൈവം അവരെ റിസ്റ്റോർ ചെയ്യുന്നത്, ഞാൻ ഒന്നുകൂടെ പറയാൻ പോകുകയാണ്. ഇസ്രയേലിൻ്റെ വീണ്ടെടുപ്പ് ഒന്നാമത് രാഷ്ട്രീയവും രണ്ടാമത് ആത്മീയവുമാണ്. ഇന്നവരുടെ വീണ്ടെടുപ്പ് നടക്കുന്നത് ആത്മീയത്തിൽ അല്ല. അവരിൽ അനേകരും നിരീശ്വരവാദികളാണ്. ഉള്ളവർ വസ്ത്രധാരണത്തിലും ജീവിതചര്യയിലും ദൈവമക്കൾക്ക് മാതൃകയാക്കാൻ കൊള്ളാവുന്ന
ഒരു സാഹചര്യത്തിൽ എത്തിയിട്ടില്ല. അവർ തീരെ ലോകക്കാരായി ജീവിക്കുക. ഇന്ന് ദൈവം അവരെ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ആത്മീകമല്ല, കേവലം അവരുടെ രാഷ്ട്രീയ ബലം മാത്രമാണ്. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുക, നിനക്ക് മക്കൾ ജനിക്കും. ജനിക്കട്ടെ. ജനിച്ചതിൻ്റെ 8ാം പക്കം അവരെ ചേലാകർമ്മം നടത്തി എനിക്ക് വേണ്ടി വേർതിരിക്കണം. ആദ്യം ജനനം നടക്കട്ടെ, പിന്നെ വേർപാട് നടക്കും. നീണ്ട വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ബെന്യാമീനരെ വരെ തിരിച്ചു കൊണ്ടുപോകാൻ, മനശ്ശെ വരെ തിരിച്ചു കൊണ്ടുപോകാൻ പോകുകയാ. അവരും പോയ ശേഷം അങ്ങോട്ട് വരും. ബെനമനശ്ശെ വരെ തിരിച്ചെത്തിയ ശേഷം ദൈവം അവർക്ക് ആത്മീകമായ പുനരുത്ഥാനം കൊടുക്കും. വസ്ത്രധാരണത്തിലും ആരാധനാക്രമത്തിലും ഇന്ന് അവരെ മാതൃകയാക്കാൻ നമുക്ക് കൊള്ളത്തില്ല. ഞാൻ അവരുടെ ചില പിക്ചർ കാണിക്കാൻ പോവാ. അതേസമയം അതൊന്നും നമ്മുടെ മാതൃകയല്ല എന്ന് ഓർപ്പിക്കട്ടെ. അവരുടെ രാഷ്ട്രീയ പുനരുത്ഥാനമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ അവർ കുത്തിയവെങ്കിലേക്ക് നോക്കും. ബൈബിളിലെ റിസ്റ്റോറേഷൻ്റെ പ്രോസസ്സാണ്. അവർ കുത്തിയവെങ്കിലേക്ക് നോക്കും. ഒറ്റ ദിവസം കൊണ്ട് ജാതി മുഴുവനും യേശുവിനെ അംഗീകരിക്കും. ഒറ്റ ദിവസം കൊണ്ട്. അങ്ങനെ ബൈബിൾ പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ദിവസമാണ്. നമ്മുടെ ഒരാഴ്ചയായെന്ന് വരാം, നമ്മുടെ ഒരു വർഷമായെന്ന് വരാം, എനിക്കിത് പറയാൻ അറിയത്തില്ല. ഒറ്റ ദിവസം കൊണ്ട് അവർ ജാതിയായി കർത്താവിനെ അംഗീകരിക്കും. കുത്തിയവെങ്കിലേക്ക് നോക്കും. ഏകജാതനെക്കുറിച്ച് നിലവിളിക്കുന്നത് പോലെ അവർ നിലവിളിക്കും. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ പാപം ചെയ്തു പോയല്ലോ, കർത്താവെ ഞങ്ങളിങ്ങനെ ആയിപ്പോയല്ലോ, മടങ്ങി വരുന്നുവെന്ന് പറഞ്ഞ് ഉറച്ച നിലവിളിയോടെ അവർ ദൈവസന്നിധിയിൽ മടങ്ങി വരും. അതുകൊണ്ട് ഞാൻ കാണിക്കാൻ പോകുന്ന പിക്ചറിൽ ചിലതെല്ലാം നിങ്ങൾ കാണും. അവരുടെ വസ്ത്രധാരണ രീതി നമ്മുടെ മാതൃകയല്ല എന്ന് ഞാൻ പറയട്ടെ. ഇതിനോട് ചേർന്ന് തൻ്റെ ഈ മെനി ഫുൾഫിൽമെൻ്റ്, ഒരു പ്രവചനത്തിന് അനേക നിവർത്തീകരണങ്ങളുണ്ടെന്ന് പറഞ്ഞു. യെശയ്യാ പ്രവചനം 60-ാം അധ്യായത്തിൻ്റെ 8ഉം 9ഉം വാക്യങ്ങളിൽ മേഘം പോലെയും തങ്ങളുടെ കിളിവാതിലുകളിലേക്ക് പ്രാവുകളെ പോലെയും പറന്നു വരുന്ന ഇവർ ആർ. ദൂരത്തു നിന്നും നിൻ്റെ മക്കളെ അവരുടെ പൊന്നും വെള്ളിയുമായി നിൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിനും അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കൊണ്ട് ഇസ്രയേലിൻ്റെ പരിശുദ്ധനും കൊണ്ടുവരേണ്ടതിന് ദ്വീപുകൾ, തർശീസ് കപ്പലുകൾ ഒക്കെ നിനക്കായി കാത്തിരിക്കുന്നു എന്ന ഒരു പ്രവചനം കിടപ്പുണ്ട് 60-ന്റെ 8ഉം 9ഉം. സത്യത്തിൽ അതിൻ്റെ ഒരു പാർഷ്യൽ ഫുൾഫിൽമെൻറ്റ് 1976 ജൂലൈ മാസം 3ഉം 4ഉമായി നടന്നു. ജൂലൈ 3ഉം 4ഉമായി 1976 ഒന്ന് ശ്രദ്ധിച്ചോ. ഇസ്രയേലിൻ്റെ ഒരു യാത്രാ വിമാനം ശത്രുക്കൾ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി വളരെ പ്രബലമായൊരു രാജ്യത്ത്, എനിക്ക് തോന്നുന്നു ഇഡിയമൻ്റെ രാജ്യത്താണെന്ന് തോന്നുന്നു, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഇഡിയമൻ്റെ രാജ്യത്താണെന്ന് തോന്നുന്നു, ഇറങ്ങി വളരെ ശക്തമായൊരു രാജ്യത്ത് ഇസ്രയേലിന് യാതൊരു സപ്പോർട്ടും കിട്ടാത്ത ശത്രുക്കളുടെ നടുവിൽ കൊണ്ടിറക്കി. എന്തു വേണം? സറണ്ടർ ചെയ്യണോ? അവർക്ക് വേണ്ടത് ഇസ്രയേൽ കുറ്റവാളികളായി പിടിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ ജയിൽ വിമുക്തരാക്കുക. ഇതായിരുന്നു അവരുടെ ഡിമാൻഡ്. അത് കൊടുക്കുവാൻ ഇസ്രയേൽ മടിച്ചു. അവസാനം ഇസ്രയേലിൽ നിന്ന് അവരുടെ കമാൻഡോകൾ പോകുകയും കുറേ കമാൻഡോകൾ ഒരുമിച്ച് എയർപോർട്ടിൻ്റെ മുകളിലൂടെ പറക്കുകയും അന്ന് വെടിവെച്ച് കൃത്യം ഭീകരരെ മാത്രം പ്ലെയിനിനകത്തിട്ട് കൊന്നേച്ച് മിച്ചമുള്ള മുഴുവൻ ആളുകളുമായി കിളന്നു പോകുന്ന വഴിയിൽ അന്തരീക്ഷത്തിൽ വെച്ച് റീഫ്യൂവൽ ചെയ്യുവാൻ പെട്രോൾ ഒഴിക്കുകയും ഇവരെ കൊണ്ടുപോകുകയും ചെയ്ത ഒരു സമൂഹം വിമാനങ്ങൾ ഒരുമിച്ച് പറന്നു. ഈ പ്രവചനം യെശയ്യാവ് എഴുതുന്ന കാലത്ത് വിമാനങ്ങളില്ല. വിമാനങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നമേയാണ് ഈ പ്രവചനം. അന്ന് പറയുകയാണ്, മേഘം പോലെയും തങ്ങളുടെ കിളിവാതിലുകളിലേക്ക് പ്രാവുകളെ പോലെയും പറന്നു വരുന്ന ഇവർ ആരാണ്? ദൂരത്ത് നിന്ന് നിൻ്റെ മക്കളെ അവരുടെ പൊന്നും വെള്ളിയുമായി നിൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിനും അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കൊണ്ട് ഇസ്രയേലിൻ്റെ പരിശുദ്ധനും കൊണ്ടുവരേണ്ടതിന്. ദ്വീപ്, ആ വാക്യം വായിച്ചേക്കാമോ? അതിൻ്റെ ബാക്കി ഭാഗം ഞാൻ എടുത്തിട്ടില്ല, അതൊന്ന് നോക്കാൻ വേണ്ടിയാണ്. മേഘം പോലെയും തങ്ങളുടെ കിളിവാതിലുകളിലേക്ക് പ്രാവുകളെ പോലെയും പറന്നു വരുന്ന ഇവർ ആർ? ദൂരത്ത് നിന്ന് നിന്റെ മക്കളെ അവരുടെ പൊന്നും വെള്ളിയുമായി നിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിനും അവൻ നിന്നെ മഹത്വീകരിക്കപ്പെടുത്തിയിരിക്കൊണ്ട് ഇസ്രായേലിന്റെ പരിശുദ്ധനും കൊണ്ടുവരേണ്ടതിന് ദ്വീപുവാസികളും തർശീസ് കപ്പലുകൾ ആദ്യമായും എനിക്കായി കാത്തിരിക്കുന്നു. ജനം എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ. 2 വിഭാഗത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞു. ദ്വീപ് നിവാസികളും 2 തർശീസ് കപ്പലുകളും.
തർസീസ് എന്ന് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബ്രിട്ടനെ കുറിച്ചാണ്. ബ്രിട്ടീഷ് കപ്പലുകളും അവിടെയുള്ള ദ്വീപുകളുമാണ് പോയ ഫൈറ്റർ പ്ലെയിനുകൾക്ക് ഡയറക്ഷൻ കൊടുത്തത്. ഈ വാക്യത്തിൽ നിന്നാണ് അവരും കണ്ടുപിടിച്ചത്. ഈ വാക്യത്തിൽ നിന്നാണ് അവരും അത് എടുത്ത് ബ്രിട്ടീഷ് കപ്പലുകളോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഡയറക്ഷൻ തരാമോ? അവർ പറഞ്ഞു തരാം. അവിടെ 1-2 ദ്വീപ സമൂഹങ്ങളിലുള്ളവർ ഡയറക്ഷൻ കൊടുക്കാൻ തയ്യാറായി. അങ്ങനെ ദ്വീപ് സമൂഹങ്ങളും തർസീസ് കപ്പലുകളും ഡയറക്ഷൻ കൊടുത്ത് ഇലക്ട്രോണിക് ഡയറക്ഷൻ കൊടുത്തുകൊണ്ട് ഇവരെ തിരിച്ചു കൊണ്ടുവന്ന കാഴ്ചയാണ് ഒരു നിവർത്തീകരണം. രണ്ടാമതൊരു നിവർത്തീകരണം നിങ്ങൾ കാണാൻ പോകുക. ഇതിനകത്തൊരല്പം വോയിസും കൂടെ ഉണ്ട്. ആ വോയിസും കൂടെ കേട്ടാൽ നല്ലതാണ്. ആദ്യം ചെന്നവരെ ഇസ്രയേൽ മാനിച്ച് സ്വീകരിക്കുന്നതായി കാണാം. ബെൻഗുരിയൻ എയർപോർട്ടിലേക്ക് ആദ്യത്തെ ഒരു ബാച്ച് ചെന്നപ്പോൾ അലിയ എന്നാണ് അവർ ക്രിയയെ വിളിക്കുന്നത്. നമ്മളിവിടെ അലിയയുടെ മീറ്റിംഗ് നടന്നിട്ടുണ്ട്. ഇസ്രയേലിൻ്റെ മടക്കിപ്പോക്കിൽ അവരെ ആവശ്യമുള്ള സഹായം കൊടുക്കേണ്ടതിന് ഈ ചർച്ചിൽ അലിയയുടെ മീറ്റിംഗ് നടന്നിട്ടുണ്ട്. എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ഞാൻ അവരുടെ കൈയൊന്ന് കണ്ടോട്ടെ. ഈ 4-5 പേരെ ഓർമ്മയുള്ളൂ. നിങ്ങളൊക്കെ മീറ്റിംഗ് വെച്ചാൽ വരണം കേട്ടോ. അലിയായുടെ മീറ്റിങ്ങിൽ അവരെ തിരികെ അയക്കേണ്ടതിന് വേണ്ടി അവർക്ക് ആവശ്യമുള്ള സഹായം ചെയ്യുവാൻ ലോകമെങ്ങുമുള്ള ക്രിസ്ത്യാനികൾ ഒരുമിച്ച് കൂടിയ കൂട്ടത്തിൽ ബേഥേലിൽ നിന്ന് നമ്മളും ഒരുമിച്ച് കൂടിയിരുന്നു. ഇവിടെ നമ്മളും പിരിവെടുത്ത് അവരെ സാമ്പത്തികമായി സഹായിച്ചു. അങ്ങനെ ആദ്യമായി എത്തിയ പ്ലെയിൻ ചെന്ന് ചേരുന്നത് കാണാം. മനെ അതൊന്ന് പ്ലേ ചെയ്യാം. എൻ്റെ ശബ്ദം കൂടെ കിട്ടണം. ആദ്യം ചെന്നിറങ്ങുന്നവർക്കുള്ള സ്വീകരണം. ശബ്ദം കിട്ടിയില്ല പിന്നെ കാര്യമില്ല. ക്യാൻ യു ട്രൈ? ലാപ്ടോപ്പ് വേണോ? ഓക്കെ, ഒരു മിനിറ്റ്. ഞാനൊരു ഭാഗം ഒന്ന് നിർത്തിയേച്ച് വെയിറ്റ്. ഞാനൊരു ഭാഗം ഒന്ന് നിർത്തിയേച്ച് ഇത് ശബ്ദത്തിലേക്ക് പോകാൻ. കാര്യം മനോഹരമായൊരു എബ്രായ പാട്ട് അവർ പാടി. മടങ്ങി വരുന്നവർക്ക് ശാലോം, സമാധാനം എന്ന് പറഞ്ഞ് ചെല്ലുന്ന യാത്രക്കാരെ അഭിവാദനം ചെയ്യുക. ഇസ്രയേലിൻ്റെ സ്കൂളുകളിലും കോളേജിലുമുള്ള ചെറുപ്പക്കാർ കുഞ്ഞുങ്ങൾ അവരുടെ കൊയറുകളുമായി വരികയും എയർപോർട്ടിൽ താമസിച്ചുകൊണ്ട് വരുന്നവരെ സ്വീകരിക്കുകയും ചെയ്യുന്ന രംഗമാണ് നിങ്ങൾ ഈ കാണുന്ന ഡാൻസ്. അതിൻ്റെ ശബ്ദം കൂടെ ആക്കി തരാമെന്ന് പറഞ്ഞു. അതുവരത്തേക്ക് ഞാൻ മുന്നോട്ട് പോകാം. ആ ശബ്ദം കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് നോക്കാം. അതുവരത്തേക്ക് ഞാൻ വേറൊരു തിരുവചന ഭാഗം തുടരട്ടെ. ഇന്ന് നടക്കുന്ന പീഡയോടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ വേറൊരു ഭാഗം കൂടെ എടുത്തു പറയാം. ഈ ഇസ്രയേലിലെ കാണാതെ പോയൊരു ഗോത്രത്തെ ഇന്ത്യയിൽ നിന്നും കണ്ടുകിട്ടി എന്നറിയുകയും ഇസ്രയേൽ അവരെ തിരികെ ക്ഷണിക്കുവാൻ അവരുടെ ചീഫ് റബായിയെ അയക്കുകയും ഇവിടെ നിന്ന് പൊയ്ക്കോളുവാൻ ഇന്ത്യൻ ഗവൺമെൻറ് അനുവദിക്കുകയും നമ്മൾ ഉൾപ്പെടെ, ഈ ചർച്ച ഉൾപ്പെടെ, എനിക്കൊന്ന് നമ്മൾ ചെയ്തതിനേക്കാൾ കൂടുതൽ സാമ്പത്തിക സഹായം ഇംഗ്ലീഷ് സെക്ഷനിൽ നിന്ന് ചെയ്തു. എല്ലാവരും സഹായിക്കുകയും ചെയ്തപ്പോൾ ഒരു കൂട്ടം യഹൂദന്മാർ പറഞ്ഞു, ഞങ്ങൾ മണിപ്പൂരിൽ താമസിച്ചോളാം, ഇത് നല്ലതാ. ഇന്ന് മണിപ്പൂരിലുള്ളവർ അപ്പച്ചൻ പറയുന്നൊരു വാചകം ഇട്ടിട്ടുണ്ട്, ഞങ്ങളുടേത് സകലതും ചുട്ടുകരിച്ചു, ഇനി താമസിക്കാൻ ഞങ്ങൾക്ക് സ്ഥലമില്ല. മണിപ്പൂരിൽ എന്ത് സംഭവിക്കുന്നുവെന്നറിയാതെ സകല രാഷ്ട്രീയക്കാരും വട്ടം ചുറ്റി നടക്കുമ്പോൾ മറക്കല്ല്, ഇസ്രയേൽ ഒരു ഭാരമുള്ള കല്ല. അതിനെ ചുമക്കുന്നവൻ ഒക്കെയും കഠിനമായി മുറിവേൽക്കും. അതിനെ ചുമക്കുന്ന സകല പാർട്ടികളും മുറിവേറ്റു. BJPക്ക് അകത്ത് ഛിന്നതയായി, വർഗീയ കലാപങ്ങൾ വളരെയായി. അതിനെ തൊടുന്നവനൊക്കെയും ചുമക്കുന്നവനൊക്കെയും കഠിനമായി മുറിവേൽക്കും. ഇപ്പത്തേണ്ട ഒരു അപ്പച്ചന് സുബോധം വന്നു. അപ്പച്ചൻ എഴുന്നേറ്റ് പറയുന്ന ഒരു വാചകമുണ്ട്, അത് നിങ്ങളെ കാണിക്കണമെന്ന് ഓർത്തു. ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ നാട്ടിന്, എൻ്റെ ദൈവം എൻ്റെ പിതാക്കന്മാർക്ക് വേണ്ടി ഒരുക്കിയ നാട്ടിലേക്ക് മടങ്ങിപ്പോകുകയാണ്. വേറെ ഇവിടെ പാർക്കാനാ? സകലതും ചുട്ടുകരിച്ചു.
പണ്ട് യെരുശലേമിലെ സഭ വേണ്ടതുപോലെ കർത്താവിൻ്റെ വേല ചെയ്യാതെ വന്നു. അവരോട് നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം പോയി സുവിശേഷം അറിയിക്കണമെന്ന് പറഞ്ഞത് അവർ ചെയ്യാതെ വന്നു. അവസാനം ദൈവം ഒരു പീഡ അയച്ചു. സഭയിൽ പീഡയുണ്ടായി. പീഡ മുഖേന ചിതറിപ്പോയവർ അവിടെ സുവിശേഷം പ്രസംഗിച്ച് ചുറ്റി നടന്നു. ഇതുപോലെ സുവിശേഷം പ്രസംഗിച്ച് ചുറ്റി നടന്നതുപോലെ ഒരു പീഡയാലായിരിക്കാം ഒരു പക്ഷെങ്കിൽ ഇവരെ ഇവിടെ നിന്ന് ഇളക്കുവാൻ ദൈവം തീരുമാനിച്ചത്. അതെ, ദൈവം അത് ചെയ്യട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടക്കുവാൻ നാം ദൈവസന്നിധിയിൽ നോക്കി നിൽക്കുക. പ്ലേ ചെയ്ത് കിട്ടും. മാലാഖമാരും ഞങ്ങളും നിങ്ങൾക്ക് സ്വാഗതം തരുന്നു, മടങ്ങി വരിക എന്ന് പറഞ്ഞ് സ്വീകരിച്ചു. അന്ന് പോകാതെ വന്നവരുണ്ട്. കർത്താവ് പറഞ്ഞ അരിപ്പ കൊണ്ടരിക്കുന്ന പോലെ അരിച്ചു പെറുക്കി ഞാൻ തിരിച്ചു കൊണ്ടുവരും. എന്തിന്? യേശുവിൻ്റെ മടങ്ങി വരവിൻ്റെ മുമ്പേ ഇത് സംഭവിച്ചിരിക്കണം. ഇത് കിട്ടുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ മടങ്ങി വരവിന് മുന്നമേ ഇത് നടന്നിരിക്കണം. മനുഷ്യയുടെ മക്കൾ എല്ലാവരും മടങ്ങും. ഒരു ആർട്ടിസ്റ്റ് ഒരു ആർട്ടിക്കിൾ എഴുതിയ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് ഇതിനകത്തുണ്ട്, ഇട്ടിരിക്കുന്ന പരസ്യം അല്ല ഇട്ടിരിക്കുന്ന ഇൻഫർമേഷൻ ഞാൻ അതുപോലെ അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ സഹിതം കോട്ട് ചെയ്തിട്ടുണ്ട്. മനുഷ്യയുടെ മക്കൾ എല്ലാവരും മടങ്ങും. ചൂരചന്ദ്രപൂർ ജൂതർ കൂട്ടമായി അധിവസിക്കുന്ന മണിപ്പൂരിലെ ജില്ലയാണ്. കലാപത്തിൻ്റെ ആദ്യ ദിവസത്തിൽ തന്നെ ജൂതരുടെ 2 സിനഗോഗുകൾ മെയ്തേ തീവ്രവാദികൾ അഗ്നിക്കിരയാക്കിയിരുന്നു. ഒരു ജൂതൻ കൊല്ലപ്പെടുകയും 10ലധികം ജൂതരെ കാണാതാകുകയും ചെയ്തു. 210ഓളം ജൂതഭവനങ്ങൾ അഗ്നിക്കിരയാക്കി. അവരുടെ തോറ, നമ്മുടെ ബൈബിളിലെ പഴയ നിയമം അവർ കത്തിച്ചു. കലാപത്തിൻ്റെ ആദ്യ ദിവസം തന്നെ നടന്ന സംഭവമാണിത്. ആദ്യത്തെ യഹൂദൻ മരിച്ചതിനെ തുടർന്ന് ഇസ്രയേൽ പരസ്യപ്പെടുത്തി യഹൂദന്മാർക്ക് വൻ പീഡ ഇന്ത്യയിൽ നടക്കുന്നു. ഇതുവരെ ഇല്ലാതിരുന്ന ചരിത്രമാണത്. ഇന്ത്യക്കൊരു സൽപ്പേരുണ്ടായിരുന്നു, അതവർ നഷ്ടപ്പെടുത്തി. നമുക്ക് നമ്മുടെ സഹോദരന്മാരെ തിരിച്ചു കൊണ്ടുവരണം. അവിടെ വിളി നടക്കുമ്പോൾ ഞാൻ താവോട്ട് പോട്ടെ. കലാപത്തിൻ്റെ ആദ്യ ദിവസം അത് തന്നെ ഞാൻ പിന്നെ ഇട്ടിട്ടുണ്ട്. 2020 5000-ഓളം പേർ ഭാരതത്തിൽ നിന്നും ഇസ്രയേലിലേക്ക് മടങ്ങിപ്പോയിരുന്നു. ഇനിയും മിസ്റ്റർ അവിഹു എന്ന ഒരു പ്രായമുള്ള അപ്പച്ചൻ പറയുന്ന ഒരു പദമാണ്, എവിടെ പാർക്കും? എൻ്റെ പൂർവികന്മാർക്കായി ദൈവം തിരഞ്ഞെടുത്ത വിശുദ്ധ നാടിനായി ഞാൻ കാത്തിരിക്കുന്നു, ഞാൻ അവിടേക്ക് പോകുകയാണ്. ഈ വിശുദ്ധ നാട്ടിലേക്ക് അവർ കയറിയാൽ താമസം വിന നമുക്കായി ഒരുക്കിയ വിശുദ്ധ നാട്ടിലേക്ക് നമ്മളും കയറും. ഈ ഉറപ്പുള്ളവർക്കായി സ്തോത്രം. നമ്മളത് ഒന്ന് ഓർത്തിരിക്കുവാൻ ഞാൻ കർത്താവിൽ ഓർമ്മിപ്പിക്കുക. ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താം. മണിപ്പൂർ ജൂതർ എല്ലാവരും മടങ്ങും. സാജൻ പോൾ എന്ന് പറയുന്ന ഒരാളാണ് ചരിത്രത്തിൽ നിന്ന് ഒരു ഗവേഷണം എടുത്തുകൊണ്ട് 1000 വർഷങ്ങൾക്ക് മുൻപാണ് അവരിവിടെ വന്നതെന്നും നോഹയുടെ ഇത്രാമത്തെ മക്കളിൻ്റെ കൊച്ചുമക്കളാണെന്നും അവർ ഇന്ന് അബ്രഹാമിൻ്റെ സന്തതിയാണെന്നും ഡീറ്റെയിൽസ് മുഴുവനും കൊടുത്തത്, അവർ വന്ന വഴി, അവർ എത്തിയ വിധങ്ങൾ എല്ലാം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അന്നാളിൽ ഞാൻ യെരുശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. സെഖര്യാവ് 12:3 അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. മണിപ്പൂരിനും കഠിനമായ മുറിവേറ്റു. ഇതിനകത്തൊന്നും പുതുമയൊന്നുമില്ല. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഓരോന്നോരോന്നായി പൂർത്തീകരിക്കുക. മറക്കരുത്, നമുക്ക് നേരെയും വാഗ്ദത്തങ്ങളുണ്ട്. 1, വിശുദ്ധന്മാരെ ചേർത്ത് മണിയറയിൽ കടക്കും. അതേസമയത്തൊരു വാണിംഗ് ഉണ്ട്, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു. അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. 2 വിഭാഗങ്ങളായി ദൈവം ജനത്തെ വേർതിരിക്കുന്ന നാളിൽ ഞാനും നിങ്ങളും എവിടെയായിരിക്കും ഒന്ന് ആലോചിക്കുവാൻ. ആത്മീകമായി ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. ഞാൻ ഇന്നങ്ങോട്ട് പോകുന്നില്ല. ഒരുപാട് ലക്ഷണങ്ങളുണ്ട് ആത്മീകമായി, ഒരുപാട് ഏരിയകളിലുണ്ട്. ഞാൻ ഇന്നങ്ങോട്ട് പോകുന്നില്ല. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളില്ല. സത്യത്തിൽ ഒരു അധ്യായം മുഴുവനും വായിച്ചാൽ ആ കാലത്ത് ഹേരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാൻ്റെ സഹോദരനായി യാക്കോബിനെ അവർ വാൾ കൊണ്ട് കൊന്നു.
അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ടു. അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ആയിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിൻ്റെ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ചു. തടവിലാക്കി. അവനെ കാപ്പാൻ 4 ചേവകരുള്ള 4 കൂട്ടത്തിനെ ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനോട് ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഇവിടെ ഒരു കൂട്ടം ആളുകളെ കാണാം. ഒന്ന്, സ്വേച്ഛാധിപതിയായ തോന്നിയതുപോലെ ഒക്കെ ചെയ്യുന്ന ഒരു ഹേരോദാവ്. അയക്കൊരു കോടതിയുണ്ട്, ഒരു നിയമവും ആ കോടതിക്കില്ല. അയാളുടെ ഇഷ്ടമാണ് അവിടുത്തെ നിയമം. ഞാൻ പറയുന്നത് ഹേരോദാവിൻ്റെ കാര്യം, ഇവിടുത്തെ അല്ല. പക്ഷെ നമ്മളോട് എത്ര യോജിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചു. ഹേരോദാവിൻ്റെ കാലത്ത് അതുപോലൊരു കാലത്താണ് നമ്മളിന്ന്. ഹേരോദാവിൻ്റെ കാലത്ത് അങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്ക കോടതി ഒന്നുമില്ല. അയാൾ പറയുന്ന പോലെ പോകുന്ന ഒരു കോടതി. രക്തസാക്ഷിയായ ഒരു യാക്കോബിൻ്റെ രക്തസാക്ഷിത്വത്തിൽ പ്രസാദിച്ച ഒരു കൂട്ടം യഹൂദന്മാർ വീണ്ടും അവരെ പ്രസാദിപ്പിക്കുവാൻ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പത്രോസ്, കാവൽക്കാരായ ഒരു 16 പടയാളികൾ ഇനിയും വളരണമെന്ന് പറഞ്ഞുകൊണ്ട്, തൽക്കാലം പത്രോസിന് വിടുതൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു സഭ. നമ്മൾ ഇതിനകത്ത് എവിടെ വരുമെന്ന് ആലോചിച്ചു. രോദ എന്ന് പറയുന്ന ഒരു ബാല്യക്കാരത്തെ പെൺകുട്ടി, ഇത്രയും പേരെ ഇതിനകത്ത് കാണാം. ഇവരെ പിടിച്ചു. അടുത്ത ദിവസം ജനത്തിൻ്റെ ജനകീയ കോടതിയുടെ മുമ്പിൽ നിർത്തുവാൻ. ഞാൻ പറഞ്ഞില്ല, ഇത് വെറും ഐവാഷ. ജനകീയ കോടതിക്ക് ഒരു തീരുമാനവും എടുക്കാനൊക്കത്തില്ല. തീരുമാനിക്കുന്നത് ഹേരോദാവ് തന്നെയാണ്. ഒരു വ്യാജ കോടതിയുടെ മുമ്പിൽ നിർത്തുവാൻ താല്പര്യപ്പെടുന്നതിൻ്റെ തലേ രാത്രിയിൽ സ്വർഗത്തിൽ ദൈവം തൻ്റെ പ്രോഗ്രാം വായിച്ചു. ഒരു ദൂതനോട് പറഞ്ഞു, പോകുക യെരുശലേമിലെ കാരാഗ്രഹത്തിലേക്ക്. രാത്രിയിൽ 16 പേരുടെ കാവലിൻ്റെ നടുവിൽ കിടക്കുന്ന 2 പേർ, ഉണർന്നിരുന്ന് ജോലി ചെയ്യുന്ന 2 പേരുടെയും ശരീരത്തോട് പത്രോസിൻ്റെ കയ്യിലുള്ള ചങ്ങലകൾ ഏച്ചു കെട്ടിയിരിക്കുന്ന ആ കാരാഗ്രഹത്തിൻ്റെ നടുവിൽ ഒരു ദൈവദൂതൻ ഇറങ്ങി. ദൈവദൂതൻ ഇറങ്ങിയതും തേജസ് മിന്നിയതും പത്രോസിനെ തട്ടി ഉണർത്തിയതും ഒന്നും ഒരു ദൂതനും ഒരു ചേവകനും അറിഞ്ഞില്ല. അറിഞ്ഞ് ചെയ്യേണ്ടിടത്ത് അറിഞ്ഞും അറിയാതെ ചെയ്യേണ്ടിടത്ത് അറിയാതെയും ചെയ്യുവാൻ ശക്തനായ ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് സഭ ഇരിക്കുന്നതെങ്കിൽ ഇന്നത്തെ പീഡാ സാഹചര്യങ്ങളെ നാം അതിജീവിക്കും. ഈ ക്രിസ്ത്യാനിയെ കൊന്നതുകൊണ്ട് പ്രസാദിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരെ അധികം പ്രസാദിപ്പിക്കേണ്ടതിന് അടുത്ത ക്രിസ്ത്യാനികളെ അറസ്റ്റ് ചെയ്യുവാൻ നോക്കി നിൽക്കുന്ന ഗവൺമെൻറ് ഉണ്ട്. കാവൽക്കാരായ പടയാളികൾ വെറും പാവങ്ങളാണ്. അവർക്കൊന്നും ചെയ്യാനുള്ള അറിവില്ല, ആരോഗ്യമില്ല, അധികാരമില്ല. നിയമങ്ങൾക്ക് കീഴടങ്ങുക, അവരെ ഏൽപ്പിച്ചത് ചെയ്യുക. ആ 2 പേരും അറിയാതെ പത്രോസിനെ നടുവിൽ നിന്ന് ഉണക്കി. തൻ്റെ കയ്യിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു. നമ്മൾ ഈ ചർച്ചിൽ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം ഉപയോഗിച്ചിരുന്ന ഒരു പദപ്രയോഗമുണ്ട്. ഹേരോദാവ് തൻ്റെ അരമനയിൽ നിന്ന്, പാണ്ഡികശാലയിൽ നിന്ന് അടുത്ത രാജ്യങ്ങൾക്ക് കൊടുത്തിരുന്ന റേഷൻ നിർത്തിക്കളഞ്ഞതുകൊണ്ട് ഹേരോദാവിനെ ഒന്നുകൂടെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടതിനായി തൻ്റെ ആളുകൾ ഒരുമിച്ചുകൂടി ഹേരോദാവിൻ്റെ ജന്മദിനം ആഘോഷിച്ചു. ഹേരോദാവിൻ്റെ ജന്മദിനം ആഘോഷിച്ചപ്പോൾ ഹേരോദാവിനെ പുകഴ്ത്തിപ്പാടിയാൽ അദ്ദേഹത്തെ പ്രസാദിപ്പിച്ച് റേഷൻ വാങ്ങാമെന്ന ചിന്തയിൽ അവർ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ഈ കേൾക്കുന്ന ശബ്ദം ഹേരോദാവിൻ്റെ ശബ്ദമല്ല, ഇതൊരു ദൂതൻ്റെ ശബ്ദമാണ്. തീരെ വൃത്തികെട്ട പ്രസംഗങ്ങൾ പ്രസംഗിച്ച് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ പ്രസാദിപ്പിക്കാൻ വരുന്ന ചില വിശ്വാസികൾ വന്ന് ഉഗ്രനായിരുന്നു, എന്നോടങ്ങ് ഇടപെട്ടു എന്നൊക്കെ പറയുന്ന ഓർമ്മയുണ്ട്. ഒരു കഴമ്പുമില്ലാത്ത മെനക്കേട് മാത്രം കേട്ട് ഇറങ്ങി വരുമ്പോൾ ഇതുപോലൊന്നും ഇതിനു മുമ്പേ കേട്ടിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. ഇത് പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഇമോഷനും അഭിഷേകവും രണ്ടും രണ്ടാ. വെറും ഇമോഷണലായി നിന്ന് ആളുകളെ ഇളക്കുന്നവരോട് ഭയങ്കര അഭിഷേകമായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. ഇതുപോലെ ഹേരോദാവിനെ പ്രീതിപ്പെടുത്തുവാൻ ഇതൊരു ദൈവദൂതൻ്റെ വാക്കാണ് എന്നൊക്കെ ആളുകൾ വന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവനൊരു ഇഞ്ഞൊട്ട് കൊടുത്തു. അവൻ കൃപിക്കിരയായി പ്രാണനെ വിട്ടു. അതിൻ്റെ ഒരു ഭാഗം ഇവിടെ വിശദീകരിച്ചുകൊണ്ടിരുന്നത്, എനിക്ക് നമ്മൾ ഇവിടെ വരുന്നതിന് മുമ്പേ ഗംഗനഹല്ലിൽ വെച്ചായിരുന്നു ആ ഭാഗങ്ങളൊക്കെ ഗൗരവമായി നമ്മുടെ കുഞ്ഞുങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്. യാക്കോബിനെ കൊല്ലുവാൻ പിടിച്ചപ്പോൾ പ്രാർത്ഥിക്കുവാൻ സഭ കൂട്ടാക്കിയില്ല, അല്ലെങ്കിൽ അതിനുള്ള സമയം കിട്ടിയില്ല. ഇപ്പോൾ പത്രോസിനെ പിടിച്ചപ്പോൾ സഭയ്ക്ക് മനസ്സിലായി പ്രാർത്ഥിച്ചേ മതിയാകും. ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ ദൂതൻ
പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് ഇറങ്ങി വന്ന ദൂതൻ തിരിച്ച് സ്വർഗത്തിലോട്ട് പോകാതെ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. കാര്യം ദൂതന്മാർ പ്രാർത്ഥിക്കുക എപ്പോൾ വരെ? ഹേരോദാവിൻ്റെ കയ്യിൽ നിന്ന് ഒരവസരം കിട്ടുന്നത് വരെ. അവൻ ദൈവത്തെ മഹത്വീകരിക്കേണ്ട സമയത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ പ്രശംസയും മഹത്വവും സ്വയം എടുത്തതിനാൽ അവനെ ഒന്ന് ഞൊട്ടി അവൻ കൃമിക്കിരയായി പ്രാണനെ വിടുന്നത് വരെ സഭ വർദ്ധിച്ചു വന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഇത് പറഞ്ഞ് നിർത്താനാണ് എന്നോട് ദൈവാത്മാവ് ഇന്നത്തെ